ചില അവസ്മാരും തലച്ചോറിൻ്റെ ഉള്ളിലൊരു കലയായിരിക്കും, അല്ലെങ്കിൽ ചെറുപ്പത്തിലുള്ള ചില കോശങ്ങൾ പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഉള്ളൊരു ട്യൂമറായിരിക്കും. അതൊക്കെ എടുത്ത് കളയണമെങ്കിൽ ഉള്ള ആൾക്കാരാണ് ന്യൂറോ സർജൻസ്. പിന്നെ അതിനെ പറ്റിയുള്ള സർജറിയാണ് ന്യൂറോ സർജറി. ഇപ്പോൾ ചില കാര്യങ്ങളിപ്പം ഇവിടെ നട്ടെല്ലിലൊരു അമർച്ചയാണ്, അതിപ്പോൾ നമുക്ക് പിന്നെ മരുന്ന് കൊടുത്താൽ ചെറിയ ചെറിയ അമർച്ചകളുടെ ലക്ഷണങ്ങളൊക്കെ തീർക്കാം. പക്ഷേ കടുത്ത അമർച്ചയുണ്ട്, അത് നമുക്ക് വേറെ പ്രോബ്ലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തുറന്നിട്ട് തന്നെ ചെയ്യണം. അതിനുള്ള സർജന്മാരാണ് ന്യൂറോ സർജറി. അതേപോലെ തലച്ചോറിലുള്ള ട്യൂമറുകളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ആൾക്കാരാണ് ശരിക്കും ഇൻ്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ് എന്ന് പറയുന്നത്. ന്യൂറോളജിയും അല്ല ന്യൂറോ സർജറിയും അല്ല, അതിൻ്റെ രണ്ടിൻ്റെയും കൂടി. അതായത് കുറേ ന്യൂറോളജി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവും, ന്യൂറോ സർജറി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ സർജറി കൂടാതെ അവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ആൾക്കാരാണ് ഇൻ്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ്. കേരളത്തിലൊക്കെ അധികം ഉള്ളത് ന്യൂറോളജി സെക്ടറിൽ നിന്നാണ് ഇൻ്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ് ഉള്ളത്. ഇന്ത്യൻ്റെ വേറെ ചില ഭാഗത്തൊക്കെ ഉള്ളത് ന്യൂറോ സർജറി വിഭാഗത്തു നിന്നും വരും. രണ്ട് ഭാഗത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ കേരളത്തിലെന്തോ പണ്ട് മുതൽ എനിക്ക് തോന്നുന്നു തുടങ്ങിയ ആൾക്കാർ കുറേ പേരും ന്യൂറോളജിസ്റ്റ് ആയതുകൊണ്ട് എന്തോ അറിയില്ല, കേരളത്തിലിപ്പോഴും പിന്നെ ന്യൂറോളജിസ്റ്റുകളാണ് ഇൻ്റർവെൻഷണൽ സൈഡിലേക്ക് അധികം ഉള്ളത്. കുറച്ച് പേര് അല്ലാതെ ഉണ്ട്, പക്ഷെ എന്നാലും അധികം ഉള്ളത്.